PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾക്ക് വേണ്ടി ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് കോപ്പറേറ്റീവ് ലോയിൽ നിന്നും മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്റർ 2 രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ദെയർ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്നത് ചാപ്റ്റർ 3 ആണ്. ഇതിൽ 16 മുതൽ 26 വരെയുള്ള സെക്ഷൻസും റൂൾസുമാണ് വരുന്നത്. ഇതിൽ മെമ്പർഷിപ്പ്, വോട്ടിംഗ്, മെമ്പേഴ്സിൻ്റെ റൈറ്റ്സ്, ലയബിലിറ്റീസ് ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാ പോയിന്റുകളും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ പല ക്ലാസ്സിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും എല്ലാ സെക്ഷൻസും റൂൾസും കോർഡിനേറ്റ് ചെയ്ത് പറയുന്നു എന്ന് മാത്രം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സെക്ഷൻ 16 ഹൂ ക്യാൻ ബിക്കം മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ 16 പറയുന്നത് ആർക്കൊക്കെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗമാവാം എന്നാണ്. സെക്ഷൻ 16 1A ആൻ ഇൻഡിവിജ്വൽ, 1B എനി അതർ സൊസൈറ്റി, 1BA ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, 1C ഗവൺമെൻറ്, 1D എനിബഡി ആസ് അപ്രൂവഡ് ബൈ ദി ഗവൺമെൻറ്. ആർക്കൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗമാവാൻ കഴിയുന്നത്? ആൻ ഇൻഡിവിജ്വൽ, എനി അതർ സൊസൈറ്റി, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, ഗവൺമെൻറ്, എനിബഡി ആസ് അപ്രൂവഡ് ബൈ ദി ഗവൺമെൻറ്. ഇനി ഒരു ഇൻഡിവിജ്വലാണ് അംഗമാകുന്നതെങ്കിൽ അവർക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, എ പേഴ്സൺ ഹു അറ്റൈൻസ് ദ ഏജ് ഓഫ് 18, 18 വയസ്സ് ആയ ഒരു ആളായിരിക്കണം. അതെന്നാൽ ഇത് സ്കൂൾ, കോളേജ്, കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഈ ഏജ് ലിമിറ്റ് ബാധകമല്ല. സൗണ്ട് മൈൻഡ് ആയിരിക്കണം. ഇൻസോൾവെൻറ്റ് ആവരുത്. എ റെസിഡൻറ്റ് ഇൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി ഓർ ഇൻ ദ ഒക്യുപ്പേഷൻ ഓഫ് ലാൻഡ് ഇൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ പ്രവർത്തന പരിധിയിലുള്ള റെസിഡൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്വന്തമായി ഭൂമിയുള്ള ആളായിരിക്കണം. ആഫ്റ്റർ 1 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പെൽഷൻ, ഒരു സൊസൈറ്റിയിൽ നിന്ന് എക്സ്പെൽ ചെയ്ത ഒരാളാണ് എങ്കിൽ 1 വർഷം കഴിഞ്ഞ് മാത്രമേ അയാൾക്ക് അംഗമാവാൻ കഴിയുകയുള്ളൂ. ഇനി സർചാർജിന് വിധേയമാക്കപ്പെട്ട ഒരാളാണ് എങ്കിൽ 3 വർഷം കഴിഞ്ഞ് മാത്രമേ വീണ്ടും അംഗമാവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? എ പേഴ്സൺ ഹു അറ്റൈൻസ് ദ ഏജ് ഓഫ് 18, നോ ഏജ് ലിമിറ്റ് ഫോർ സ്കൂൾ, കോളേജ്, കോപ്പറേറ്റീവ് സൊസൈറ്റി, must to be of sound mind, not to be an insolvent, a resident in the area of operation of the society or in the occupation of land in the area of operation of the society, after 1 year from the date of expulsion, after 3 years from the date of surcharge. ആർക്കൊക്കെ മെമ്പർ ആവാം, മെമ്പറിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്ന് പറയുന്നത് സെക്ഷൻ 16 അടുത്തത് സെക്ഷൻ 17 എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. എനി മെമ്പർ ആക്റ്റഡ് അഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി ഹി മേ ബി എക്സ്പെൽഡ്. ഒരു മെമ്പർ സൊസൈറ്റിയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അയാളെ എക്സ്പെൽ ചെയ്യാം. ഒരു മെമ്പർ ഇൻഎലിജിബിൾ ആണ് എന്ന് തോന്നിയാൽ കമ്മിറ്റിക്കും രജിസ്ട്രാർക്കും റിമൂവ് ചെയ്യാം. എന്നാൽ എക്സ്പെൽ ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിന് മാത്രമേ കഴിയുകയുള്ളൂ. A resolution is passed by 2/3 majority of members present and voting. A copy of the resolution is communicated to concerned member within a period of 15 days from the date of passing the resolution. Special General Body Meeting വിളിച്ചു ചേർക്കുകയും 3/2 മെജോറിറ്റിയുടെ പ്രമേയം പാസ്സാവുകയും വേണം. ഈ ഒരു പ്രമേയത്തിൻ്റെ കോപ്പി, ഈ റെസൊല്യൂഷൻ്റെ കോപ്പി കൺസേൺ മെമ്പർക്ക്, എക്സ്പെൽ ചെയ്യാൻ പോകുന്ന മെമ്പർക്ക് അയച്ചു കൊടുക്കണം. വിത്തിൻ 15 days ഓഫ് പാസിംഗ് ദ റെസൊല്യൂഷൻ. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ ഈ റെസൊല്യൂഷൻ്റെ കോപ്പി ഈ മെമ്പർക്ക് അയച്ചു കൊടുക്കണം. ആ മെമ്പർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ 15 ദിവസത്തെ ടൈം കൊടുക്കണമെന്നും പറയുന്നു. സെക്ഷൻ 17 പറയുന്നത് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. സെക്ഷൻ 18 നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറാണ്. എനി ഇൻഡിവിജ്വൽ മേ ബി അഡ്മിറ്റഡ് ആസ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. ഏതൊരു ഇൻഡിവിജ്വലിനെയും നോമിനൽ മെമ്പറായിട്ട് വെക്കാം. നോമിനൽ മെമ്പർ ഓൾസോ കോൾഡ് അസോസിയേറ്റ് മെമ്പേഴ്സ്. സ്ഥിരമായി ചോദിക്കുന്നൊരു ചോദ്യമാണ്, മറ്റ് സൊസൈറ്റികളെ നോമിനൽ മെമ്പറായിട്ട് വെക്കാൻ കഴിയുന്ന ഏതുതരം സൊസൈറ്റികളാണെന്ന് ചോദിക്കാറുണ്ട്. ഹോസ്പിറ്റൽ സൊസൈറ്റി മേ അഡ്മിറ്റ് എനി അതർ സൊസൈറ്റി ആസ് എ നോമിനൽ മെമ്പർ. മറ്റ് സൊസൈറ്റികളെ നോമിനൽ മെമ്പറായിട്ട് വെക്കാൻ കഴിയുന്നത് ഹോസ്പിറ്റൽ സൊസൈറ്റീസിനാണ്.
നോമിനൽ മെമ്പേഴ്സിൻ്റെ റൈറ്റ്സ്, പ്രിവിലേജസ്, ലയബിലിറ്റീസ് എല്ലാം ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമായിരിക്കും. ഇവർക്ക് ഒരിക്കലും ഇലക്ഷന് നിൽക്കാൻ കഴിയില്ല, അതുപോലെ വോട്ടിംഗ് റൈറ്റും ഇല്ല. സെക്ഷൻ 2 സബ്സെക്ഷൻ എമ്മിലാണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ എം ഡിഫൈൻസ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. മറ്റ് മെമ്പേഴ്സിനുള്ള റൈറ്റ്സും പ്രിവിലേജസും ഒന്നും നോമിനൽ മെമ്പറിന് കിട്ടുകയില്ല. ഒരു സൊസൈറ്റിയുടെ പ്രോഫിറ്റിൻ്റെ ഷെയറോ അല്ലെങ്കിൽ അസറ്റിൻ്റെ ഷെയറോ ഒന്നും നോമിനൽ മെമ്പേഴ്സിന് കിട്ടാനുള്ള അർഹതയില്ല. അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല, ഇലക്ഷൻ നിൽക്കാൻ കഴിയില്ല. നോട്ട് എൻറ്റൈറ്റിൽ ടു ഗെറ്റ് എനി ഷെയർ ഇൻ ദി അസറ്റ്സ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് ദ സൊസൈറ്റി. ഈ കഴിഞ്ഞ ജൂനിയർ ക്ലർക്ക് എക്സാമിന് ഒക്ടോബർ 8 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ഒരു ചോദ്യമായിരുന്നു, നോമിനൽ മെമ്പർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്ന സൊസൈറ്റി ഏതാണെന്നുള്ളത്. അത് കേരള ബാങ്കാണ്. കേരള ബാങ്കാണ് നോമിനൽ മെമ്പർക്കും ഡിവിഡൻഡ് കൊടുക്കുന്നത്. അടുത്തത് സെക്ഷൻ 19, മെമ്പർ നോട്ട് ടു എക്സസൈസ് റൈറ്റ്സ് ടിൽ ഡ്യൂ പേയ്മെൻറ്റ്സ് മെയ്ഡ്. ഒരു മെമ്പർ നിർബന്ധമായും കൊടുക്കേണ്ട ചില ഫീസുകളുണ്ട്. അത് കൊടുത്താൽ മാത്രമേ മെമ്പറിൻ്റെ അവകാശങ്ങൾ കിട്ടുകയുള്ളൂ. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അഡ്മിഷൻ ഫീസ്, പിന്നെ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഫീസ് ഉണ്ടെങ്കിൽ അത്, ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, ഇതെല്ലാം മെമ്പർ നിർബന്ധമായും കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ ഒരു മെമ്പറുടെ അവകാശങ്ങൾ അവർക്ക് കിട്ടുകയുള്ളൂ. അടുത്തത് സെക്ഷൻ 19B, മെമ്പേഴ്സ് റൈറ്റ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. Every society shall keep all records open to inspection for its members free of charge at all reasonable times at a registered address of the society. സൊസൈറ്റിയുടെ രജിസ്റ്റേർഡ് അഡ്രസ്സുള്ള ഓഫീസിൽ മെമ്പർക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ റെക്കോർഡ്സ് പരിശോധിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 19B. സെക്ഷൻ 19B ഡീൽസ് വിത്ത് മെമ്പേഴ്സ് റൈറ്റ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. അടുത്ത സെക്ഷൻ 20, വോട്ട് ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ വോട്ടിനെ പറ്റി പറയുന്നത് സെക്ഷൻ 20 1 man 1 vote. ഒരു മെമ്പർക്ക് ഒരു വോട്ട്. എത്ര ഷെയർ ഉണ്ടെങ്കിലും ഒരു ഷെയറുള്ള ആൾക്കും 100 ഷെയറുള്ള ആൾക്കും വോട്ട് ഒന്ന് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. നോമിനൽ മെമ്പർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല നമ്മൾ പറഞ്ഞു. അത് സെക്ഷൻ 20B പറയുന്നത്. നോമിനൽ മെമ്പർ ഹാസ് നോ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 20B. ഗവൺമെൻറ് നോമിനീസിന് ഒരു വോട്ട് ചെയ്യാമെന്ന് പറയുന്നത് സെക്ഷൻ 20C. ഇൻ ദ കേസ് ഓഫ് ഇക്വാലിറ്റി ഓഫ് വോട്ട്സ്, ദ പ്രസിഡന്റ് ഓർ ചെയർമാൻ ഷാൽ ഹാവ് ദ പവർ ടു എക്സസൈസ് എ സെക്കൻഡ് ഓർ കാസ്റ്റിംഗ് വോട്ട്. കാസ്റ്റിംഗ് വോട്ട്, തുല്യ വോട്ട് വരികയാണെങ്കിൽ കാസ്റ്റിംഗ് വോട്ട് ചെയ്യാനുള്ള അധികാരമുള്ളത് പ്രസിഡന്റിനോ അല്ലെങ്കിൽ ചെയർമാനോ ആരാണോ അധ്യക്ഷത വഹിക്കുന്നത് അവർക്ക് കാസ്റ്റിംഗ് വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡ് വോട്ട് ചെയ്യാം. ഇത് സെക്ഷൻ 20E പറയുന്നു. സെക്ഷൻ 20 വോട്ട് ഓഫ് മെമ്പേഴ്സ്. സെക്ഷൻ 21 പറയുന്നത് മാനർ ഓഫ് എക്സസൈസിങ് വോട്ട്. മാനർ ഓഫ് എക്സസൈസിങ് വോട്ട് പറയുന്നത് സെക്ഷൻ 21 എവരി മെമ്പർ ഓഫ് ദ സൊസൈറ്റി ഷാൾ എക്സസൈസ് ഹിസ് വോട്ട് ഇൻ പേഴ്സൺ. പ്രോക്സി ഈസ് നോട്ട് അലൗഡ്. പ്രോക്സി അലൗഡ് അല്ല, ഒരു വ്യക്തിക്ക് മാത്രമേ നേരിട്ട് വന്ന് ചെയ്യണം എന്ന് പറയുന്നത് സെക്ഷൻ 21. പ്രോക്സി ഈസ് നോട്ട് അലൗഡ് എന്ന് പറയുന്ന സെക്ഷൻ 21. അടുത്ത സെക്ഷൻ 22, റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഷെയർസ്. ഒരു മെമ്പർക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ഷെയറിൻ്റെ എണ്ണം, ഇത് പറയുന്നത് സെക്ഷൻ 22. എ മെമ്പർ ക്യാൻ ഹോൾഡ് ഷെയർസ് നോട്ട് എക്സീഡിങ് 1/5 ഓഫ് ദ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ. ഒരു സൊസൈറ്റിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൻ്റെ 1/5 മാത്രമേ ഒരു മെമ്പർക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. എ മെമ്പർ ക്യാൻ ഹോൾഡ് ഷെയർസ് നോട്ട് എക്സീഡിങ് 1/5 ഓഫ് ദ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ. ദിസ് കണ്ടീഷൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഗവൺമെൻറ്, സ്റ്റാറ്റ്യൂട്ടറി ഓർ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ്, കമ്മിറ്റി ഓർ കോർപ്പറേഷൻ അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ്. ഈ സ്ഥാപനങ്ങൾക്കൊന്നും ഈ കണ്ടീഷൻ എന്താണ്, ആപ്ലിക്കബിൾ അല്ല. അപ്പം സെക്ഷൻ 22 പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഓഫ് ഷെയർസ്. സെക്ഷൻ 23 പറയുന്നു റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഒരു മെമ്പർക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ മിനിമം 3 വർഷം കഴിഞ്ഞിരിക്കണം. എ മെമ്പർ ക്യാൻ ട്രാൻസ്ഫർ ഹിസ് ഷെയർസ് ഓൺലി ആഫ്റ്റർ 3 years. സെക്ഷൻ 24 പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ വിത്ത്ഡ്രോവൽ ഓഫ് ഷെയർസ്. ഷെയർ വിത്ത്ഡ്രോ ചെയ്യണമെങ്കിലും മിനിമം 3 വർഷം കഴിയണം. നോ വിത്ത്ഡ്രോവൽ ഓഫ് ഷെയർസ് ഷാൽ ബി വാലിഡ് അൺലെസ് ദ മെമ്പർ ഹോൾഡ്സ് സച്ച് ഷെയർസ് ഫോർ നോട്ട് ലെസ് ദാൻ 3 years. ഇതെല്ലാം എങ്ങനെയായിരിക്കണം, ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ആയിരിക്കണം. സെക്ഷൻ 22 റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഓഫ് ഷെയർസ്, അത് ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൻ്റെ 1/5 മാത്രം.
സെക്ഷൻ 23 പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഷെയർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ മിനിമം 3 വർഷം കഴിയണം. അതുപോലെ തന്നെയാണ് വിത്ഡ്രോവൽ ചെയ്യണമെങ്കിലും മിനിമം 3 വർഷം കഴിയണം. അത് സെക്ഷൻ 24 പറയുന്നത്. സെക്ഷൻ 24 എന്താണ്? റെസ്ട്രിക്ഷൻ ഓൺ വിത്ഡ്രോവൽ ഓഫ് ഷെയർസ്. അടുത്തത് സെക്ഷൻ 25 ട്രാൻസ്ഫർ ഓഫ് ഷെയർ ഓൺ ഡെത്ത് ഓഫ് മെമ്പർ. In the case of death of a member, the society shall transfer shares to the nominee or legal representative of the deceased member. ഒരു മെമ്പർ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ഷെയർ മരണശേഷം നോമിനിക്ക് അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കും. സെക്ഷൻ 26 പറയുന്നു ലയബിലിറ്റീസ് ഓഫ് പാസ്റ്റ് മെമ്പർ ഓർ എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ. മരണപ്പെട്ട ഒരു മെമ്പറിൻ്റെ ലയബിലിറ്റി എത്ര കാലം നിലനിൽക്കും എന്ന് പറയുന്നത് സെക്ഷൻ 26 ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എ മെമ്പർ ദ ലയബിലിറ്റി ഷാൽ കണ്ടിന്യൂ ഫോർ എ പീരീഡ് ഓഫ് 2 years. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മരണപ്പെട്ട മെമ്പറുടെ ലയബിലിറ്റി എത്ര വർഷമാണ് നിലനിൽക്കുന്നത്? 2 വർഷം. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എ മെമ്പർ ദ ലയബിലിറ്റി ഷാൽ കണ്ടിന്യൂ ഫോർ എ പീരീഡ് ഓഫ് 2 years. സെക്ഷൻ 16 മുതൽ 26 വരെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മെമ്പർഷിപ്പിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. ആർക്കൊക്കെ മെമ്പർ ആവാം എന്ന് സെക്ഷൻ 16 നമ്മൾ പറഞ്ഞു. ഒരു മെമ്പറിനെ അഡ്മിറ്റ് ചെയ്യുന്ന ആരാണ്? മാനേജിംഗ് കമ്മിറ്റിയാണ്. ദ അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ഈസ് ദ ലെജിറ്റിമേറ്റ് ഡ്യൂട്ടി ഓഫ് മാനേജിംഗ് കമ്മിറ്റി. ഒരു സൊസൈറ്റിയിലേക്ക് മെമ്പർ ആവണമെങ്കിൽ ആ ഒരു വ്യക്തി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ഒരു സൊസൈറ്റിക്ക് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ അതിന് മാനേജിംഗ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തിരിക്കണം. എ ഡിസിഷൻ ഓഫ് ആൻ ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഷാൽ ബി ടേക്കൺ വിത്തിൻ 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഇനി 60 ദിവസത്തിനുള്ളിൽ മാനേജിംഗ് കമ്മിറ്റി ആ മെമ്പർഷിപ്പിനെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ റിക്വസ്റ്റ് പ്രകാരം രജിസ്ട്രാർക്ക് മെമ്പർ ആക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഇനി മാനേജിംഗ് കമ്മിറ്റി ആ ആപ്ലിക്കേഷൻ റെഫ്യൂസ് ചെയ്യുകയാണ് എങ്കിൽ 15 ദിവസത്തിനുള്ളിൽ കാര്യകാരണ സഹിതം ആ ഒരു വ്യക്തിയെ അത് ഇൻഫോം ചെയ്യണം. റെഫ്യൂസൽ ഓഫ് മെമ്പർഷിപ്പ് ഷാൽ ബി കമ്മ്യൂണിക്കേറ്റഡ് വിത്തിൻ 15 days. ഈ റെഫ്യൂസലിനെതിരെ ആ വ്യക്തിക്ക് അപ്പീൽ പോകാം. രജിസ്ട്രാറിന് മുമ്പാകെയോ ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെയോ അപ്പീൽ കൊടുക്കാം. അത് വിത്തിൻ 60 days ആണ്. ഇൻ ദ കേസ് ഓഫ് റെഫ്യൂസൽ ഓഫ് മെമ്പർഷിപ്പ് അപ്പീൽ വിത്തിൻ 60 days. രജിസ്ട്രാർക്ക് അപ്പീൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് 30 ദിവസത്തിനുള്ളിലാണ് തീരുമാനമെടുക്കേണ്ടത്. രജിസ്ട്രാർ ഷാൾ ഡിസ്പോസ് ദ മാറ്റർ ഓഫ് റെഫ്യൂസൽ ഓഫ് മെമ്പർഷിപ്പ് വിത്തിൻ 30 days. ഇനി KCS റൂൾസിൻ്റെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന 3ാമത്തെ ചാപ്റ്ററിൽ വരുന്ന റൂൾസ് നോക്കാം. 16 മുതൽ 28 വരെയുള്ള റൂൾസാണ് വരുന്നത് 3ാമത്തെ ചാപ്റ്ററിൽ. റൂൾ 16 കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ അഡ്മിഷൻ ഫോർ മെമ്പർഷിപ്പ്. റൂൾ 16 പറയുന്നത് കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ അഡ്മിഷൻ ഫോർ മെമ്പർഷിപ്പ്. റൂൾ 16A ഇമ്പോർട്ടൻ്റ് ആണ്. ഐഡൻറ്റിറ്റി കാർഡ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് ഐഡൻറ്റിറ്റി കാർഡിനെ കുറിച്ച്. റൂൾ 16A ഐഡൻറ്റിറ്റി കാർഡിനെ കുറിച്ച് പറയുന്നത്. 16B ഐഡൻറ്റിറ്റി കാർഡ് ഓൺ റിക്വസ്റ്റ്. 16C ഇഷ്യൂ ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റിറ്റി കാർഡ്. 16D അപ്പീൽ. 16E ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റീസ്. സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റീസിലേക്കുള്ള അഫിലിയേഷനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഫോം നമ്പർ 31 ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. 16E പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റീസ്. റൂൾ 17 പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ദ അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ഇൻ സെർട്ടൻ ടൈപ്പ് ഓഫ് സൊസൈറ്റി. റൂൾ 17 റെസ്ട്രിക്ഷൻ ഓൺ ദ അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ഇൻ സെർട്ടൻ ടൈപ്സ് ഓഫ് സൊസൈറ്റീസ്. റൂൾ 18 പ്രൊസീജിയർ ഫോർ ദി എക്സ്പൾഷൻ ഓഫ് മെമ്പേഴ്സ്. റൂൾ 18 പറയുന്നത് പ്രൊസീജിയർ ഫോർ ദ എക്സ്പൾഷൻ ഓഫ് മെമ്പേഴ്സ്. എക്സ്പൾഷൻ ഓഫ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 17 റൂൾ 18. റൂൾ 18A ഒമിറ്റഡ് ബൈ SRO 863/2017. റൂൾ 19 വോട്ടിംഗ്. വോട്ടിംഗ് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 20. റൂള് 19. റൂൾ 20 പേയ്മെൻറ്റ് ടു ബി മെയ്ഡ് ടു അക്വയർ റൈറ്റ്സ് ഓഫ് എ മെമ്പർ. റൂൾ 20 പറയുന്നത് പേയ്മെൻറ്റ് ടു ബി മെയ്ഡ് ടു അക്വയർ റൈറ്റ്സ് ഓഫ് എ മെമ്പർ.
റൂൾ 21 വാല്യുവേഷൻ ഓഫ് ഷെയർസ് ഓഫ് എ ഡിസീസ്ഡ് മെമ്പർ. റൂൾ 21 പറയുന്നത് വാല്യുവേഷൻ ഓഫ് ഷെയർസ് ഓഫ് എ ഡിസീസ്ഡ് മെമ്പർ. റൂൾ 22 ഷെയർസ് നോട്ട് ടു ബി ഹൈപ്പോത്തിക്കേറ്റഡ് ടു സൊസൈറ്റി. റൂൾ 22 ഷെയർസ് നോട്ട് ടു ബി ഹൈപ്പോത്തിക്കേറ്റഡ് ടു സൊസൈറ്റി. റൂൾ 23 നോമിനേഷൻ ഓഫ് എ ഹയർ. റൂൾ 24 റൈറ്റ് ടു ഒബ്റ്റെയിൻ ഡോക്യുമെൻറ്റ്സ് ഫ്രം രജിസ്ട്രാർസ് ഓഫീസ്. റൂൾ 24 പറയുന്നത് റൈറ്റ് ടു ഒബ്റ്റെയിൻ ഡോക്യുമെൻറ്റ്സ് ഫ്രം രജിസ്ട്രാർസ് ഓഫീസ്. റൂൾ 25 മെമ്പേഴ്സ് റൈറ്റ് ടു ഇൻസ്പെക്ട് ദ അക്കൗണ്ട്സ് ഇൻ ദ സൊസൈറ്റി. റൂൾ 25 പറയുന്നത് മെമ്പേഴ്സ് റൈറ്റ് ടു ഇൻസ്പെക്ട് ദ അക്കൗണ്ട്സ് ഇൻ ദ സൊസൈറ്റി. റൂൾ 26 പ്രൊഹിബിഷൻ ഓൺ അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് ഓഫ് ഷെയർസ് ഓൺ ദ ഈവ് ഓഫ് ജനറൽ മീറ്റിംഗ്. റൂൾ 26 പ്രൊഹിബിഷൻ ഓൺ അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ ദ ഈവ് ഓഫ് ജനറൽ മീറ്റിംഗ്. റൂൾ 27 പ്രൊഹിബിഷൻ ഓഫ് മെമ്പർഷിപ്പ് ഇൻ ടു ക്രെഡിറ്റ് ഓർ ഹൗസിംഗ് സൊസൈറ്റീസ്. റൂൾ 27 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് മെമ്പർഷിപ്പ് ഇൻ ടു ക്രെഡിറ്റ് ഓർ ഹൗസിംഗ് സൊസൈറ്റീസ്. റൂൾ 28 റെസ്ട്രിക്ഷൻ ഓൺ ദ റൈറ്റ് ഓഫ് വോട്ട് അറ്റ് ദ ഇലക്ഷൻ. റൂൾ 28 ഡീൽസ് വിത്ത് റെസ്ട്രിക്ഷൻ ഓൺ ദ റൈറ്റ് ഓഫ് വോട്ട് അറ്റ് ദ ഇലക്ഷൻ. കോപ്പറേറ്റീവ് ലോയിൽ നിന്നും മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന സെക്ഷൻസ്, റൂൾസ്, പ്രധാനപ്പെട്ട പോയിന്റുകൾ എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്